എല്ലാവർക്കും നമസ്കാരം. ഇനിയുള്ള ദിവസങ്ങൾ നവരാത്രിയുടെ ദിനങ്ങളാണ്. 9 ദിനരാത്രങ്ങൾ ദേവി ഉപാസകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രേഷ്ഠമായ 9 രാത്രികൾ, 9 പകലുകൾ. ഈ 9 ദിവസങ്ങൾ ലളിതാ സഹസ്രനാമ ജപം, ദേവി ധ്യാനം, അതുപോലെ തന്നെ ദേവി മന്ത്രജപം, സൗന്ദര്യലഹരി ജപം, ദേവി മഹാത്മ്യ ജപം, ഇതിനെല്ലാം തന്നെ വളരെയധികം ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ഇനിയുള്ള ഈ 9 ദിനങ്ങൾ. ഈ 9 ദിനങ്ങളിൽ നമ്മൾ ദേവിയെ, ദുർഗാദേവിയെ 9 ഭാവങ്ങളിലായിട്ട്, ദുർഗാദേവിയുടെ 9 ഭാവങ്ങളിലായിട്ട് നമ്മൾ ദേവിയെ ആരാധിക്കുന്നു. ഒന്നാമത്തെ ദിവസം നമ്മൾ ദേവിയെ ശൈലപുത്രിയായി ആരാധിക്കുന്നു. ശൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം. ശൈലപുത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമവൽ പുത്രി, ഹിമവാൻ്റെ പുത്രിയായിട്ട് ദേവിയെ നമ്മൾ ആരാധിക്കുന്നു. രണ്ടാമത്തെ ദിവസം നമ്മൾ ബ്രഹ്മചാരിണിയായിട്ട് ദേവിയെ ആരാധിക്കുന്നു. അതായത് കഠിന തപസ് അനുഷ്ഠിച്ച ബ്രഹ്മചര്യ നിഷ്ഠയോടുകൂടി കഠിന തപസ് അനുഷ്ഠിക്കുന്ന ദേവിയുടെ ഭാവം, അതാണ് ബ്രഹ്മചാരിണി. ആ ഭാവത്തിൽ നമ്മൾ ദേവിയെ ആരാധിക്കുന്നു. മൂന്നാമത്തെ ദിവസം നമ്മൾ ചന്ദ്രഘണ്ഠ ദേവിയെ ആരാധിക്കുന്നു. നാലാമത്തെ ദിവസം നമ്മൾ കൂഷ്മാണ്ഡ ദേവിയെ ആരാധിക്കുന്നു. അതായത് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ ചലനം നിയന്ത്രിക്കുന്നത് കൂഷ്മാണ്ഡ ദേവിയാണ്. അപ്പോൾ നമ്മൾ നാലാമത്തെ ദിവസം കൂഷ്മാണ്ഡ ദേവിയെ ആരാധിക്കുന്നു. അഞ്ചാമത്തെ ദിവസം നമ്മൾ സ്കന്ധമാത ദേവിയെ ആരാധിക്കുന്നു. ആറാമത്തെ ദിവസം നമ്മൾ കാർത്യായനി ദേവിയെ ആരാധിക്കുന്നു. ഏഴാമത്തെ ദിവസം നമ്മൾ കളരാത്രിയായിട്ടും, എട്ടാമത്തെ ദിവസം മഹാഗൗരിയായിട്ടും, 9ാമത്തെ ദിവസം സിദ്ധിദാത്രിയായിട്ടും ദേവിയെ ആരാധിക്കുന്നു. ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെയാണ് ഈ നവരാത്രി കാലത്ത് നമ്മൾ ആരാധിക്കുന്നത്. നമ്മളിലുള്ള നെഗറ്റീവ്സ്, നമ്മളിലുള്ള തെറ്റായ ധാരണകൾ, നമ്മളുടെ സാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന നമ്മളിലുള്ള അഹങ്കാര ഇത്യാദികളെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്ത് നമ്മളിലെ സാത്വികമായ ഈശ്വര അംശത്തെ കൊണ്ടുവരാൻ ഈ നവരാത്രി ദിനങ്ങളിലെ ഉപാസന നമ്മളെ സഹായകമാകും. അതിനുവേണ്ടി നമ്മൾ 9 ദിനരാത്രങ്ങൾ 9 ഭാവത്തിൽ ദേവിയെ ആരാധിക്കുന്നു. ഈ നവരാത്രി കാലങ്ങളിൽ നമുക്ക് വ്രതാനുഷ്ഠാനം വളരെയധികം ശ്രേഷ്ഠമാണ്. നമ്മളുടെ ജപസാധന കൂടാതെ ജപസാധനയിൽ അധിഷ്ഠിതമായിട്ട് കൂടി നമുക്ക് വ്രതം കൂടിയും, അതിൻ്റെ കൂടെ ജപസാധനയുടെ കൂടെ വ്രതം കൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ വളരെയധികം ശ്രേഷ്ഠമാണത്. അതായത് നമുക്ക് പല വിധത്തിൽ ഈ നവരാത്രി വ്രതം അനുഷ്ഠിക്കാം. ഒന്നുകിൽ നമുക്ക് ഉപവാസമായിട്ട് തീർത്ഥം മാത്രം, തുളസി തീർത്ഥം മാത്രം സേവിച്ച് വ്രതം 9 ദിവസങ്ങളിൽ അനുഷ്ഠിക്കാം. അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് നമുക്ക് വ്രതം അനുഷ്ഠിക്കാം. അല്ലെങ്കിൽ ദിവസത്തിൽ മുഴുവൻ ഫ്രൂട്ട്സ് മാത്രം, പഴവർഗ്ഗങ്ങൾ മാത്രം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും നമുക്ക് വ്രതം അനുഷ്ഠിക്കാം. അതായത് ദേവി ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ദേവി ഉപാസകരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ 9 ദിനരാത്രങ്ങളിലാണ് നമ്മൾ ഈ ദേവിയെ ആരാധിക്കുന്നത്. അതിനുള്ള ഏറ്റവും ഉത്തമമായ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്ന 9 ദിനങ്ങൾ, നവരാത്രി ദിനങ്ങൾ. ഏറ്റവും ഉപാസനയ്ക്ക്, ജപത്തിന്, ധ്യാനത്തിന്, ദേവിയുടെ കഥകൾ കേൾക്കുന്നതിന്, ദേവിയുടെ ആനന്ദത്തിൽ ലയിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളാണ് ഈ നവരാത്രി ദിനങ്ങൾ. അപ്പോൾ ഏറ്റവും നമുക്ക് ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ ഈ നവരാത്രി ദിനങ്ങൾ നമുക്ക് സഹായകമാവട്ടെ. മനസ്സും ശരീരവും ഈശ്വരനിൽ സമർപ്പിച്ച്, ജഗദംബിയിൽ സമർപ്പിച്ച്, അമ്മയിൽ സമർപ്പിച്ച് ഈ നവരാത്രി ദിനങ്ങൾ നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും ഹരി ഓം.